ഹായ് അസ്സലാമലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഫ്താറിൻ്റെ ടൈമിൽ ഉണ്ടാക്കാൻ പറ്റിയ അടിപൊളി ഡ്രിങ്കിൻ്റേതാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കണ്ടോക്കാം. ഉണ്ടാക്കാൻ വേണ്ടിക്ക് ഞാനിവിടെ കാഷ്യൂനട്ട് എടുത്തിട്ടുണ്ട്. കാഷ്യൂനട്ട് ഒരു 10-15 കാഷ്യൂനട്ട് എടുക്കുക. അതുപോലെ തന്നെ ബദാമും എടുക്കാം. ഒരു 15 ബദാമോളം ഞാനിവിടെ എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കുക കേട്ടോ. ബദാം ഇവിടെ കുതിർത്തിട്ട് തൊലി കളഞ്ഞിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഒരു 10 മിനിറ്റ് ഇളം ചൂടുവെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തൊലി കളഞ്ഞെടുക്കാൻ പറ്റും കേട്ടോ. ഇനി ഇതിലേക്ക് ഇത് അരയാൻ ആവശ്യമുള്ള പാലും കൂടി എടുക്കുക. ഒരു അരക്കപ്പ് പാലെല്ലാം എടുക്കുക. എന്നിട്ട് മിക്സിയുടെ ചെറിയ ജാറിൽ ഇതൊന്ന് പൊടിച്ചെടുക്കണം, ഇതൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഇതാ ഞാൻ ആദ്യം ബദാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കാഷ്യൂനട്ടും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് ഇത് അരയാൻ ആവശ്യമുള്ള പാലും കൂടി ഒഴിച്ചിട്ട് നല്ലോണം പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. പിന്നെ ഈ ഒരു പായസത്തിൽ നിങ്ങൾക്ക് കാഷ്യൂനട്ട് വേണ്ടാന്നുണ്ടെങ്കിൽ ഒഴിവാക്കുക. ബദാം എന്തായാലും ചേർത്തോട്ടാ, നല്ല അടിപൊളി ടേസ്റ്റാണ്. ഒരു വെറൈറ്റി ആയിട്ടുള്ള ടേസ്റ്റ്, എന്താ പറയുക, ടേസ്റ്റുള്ള പായസം നിങ്ങൾക്ക് കഴിക്കാൻ പറ്റും. അപ്പം ബദാം എന്തായാലും ഇട്ട് കൊടുക്കുക. ഇനിതാ ഞാനൊരു പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഗീയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പശുവിൻ നെയ്യില്ലേ, അത് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് വേമിസെല്ലിയാണ്, നമ്മൾ നേരിയ വേമിസെല്ലി കിട്ടൂലേ ഷോപ്പിലെല്ലാം, അതാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നേരിയ ടൈപ്പ് എടുക്കാൻ തന്നെ നോക്കാം കേട്ടോ. ആ ഒരു നൂല് പോലുള്ള ടൈപ്പ്. അതിപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് 100 ഗ്രാമാണ്. എന്നിട്ട് കൈ വെച്ചിട്ട് നല്ലോണം പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പം ഗീ ചൂടായിട്ട് വന്നു കഴിഞ്ഞാൽ മീഡിയം ഫ്ലെയിമിലോ ലോ ഫ്ലെയിമിലോ ആക്കിയിട്ട് ഈ ഒരു വേമിസെല്ലി കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലോണം വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് വേണ്ടത് ഡ്രൈ ഫ്രൂട്ട്സ് ആണ്. ഞാനിപ്പം കാഷ്യൂനട്ട്, ബദാം, പിസ്ത എല്ലാം എടുത്തിട്ടുണ്ട്. ഇതെല്ലാം ചേർക്കണമെന്ന് നിർബന്ധമില്ല. എന്നാലും പായസത്തിന് കുറച്ച് ടേസ്റ്റും എന്താ പറയുക, കാണാൻ നല്ല ഭംഗിയെല്ലാം വേണമെന്നുണ്ടെങ്കിൽ ഇതെല്ലാം ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഇതാ ഓരോരോ ടേബിൾ സ്പൂണ് ബദാം, കാഷ്യൂനട്ട്, പിസ്ത എല്ലാം കട്ടാക്കി എടുത്തിട്ടുണ്ട്. അതിൽ നിന്നും പകുതി ഞാനിപ്പം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളത് നമ്മൾ അവസാനം പായസം വിളമ്പാൻ നേരം ഒന്ന് അലങ്കരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇതാ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കുക. ഈ ഒരു കാഷ്യൂനട്ടിൻ്റെയും ബദാമിൻ്റെയും പിസ്തേൻ്റെ എല്ലാം ആ ഒരു റോസ്റ്റ് ചെയ്ത ആ ഒരു സ്മെല്ല് വരുന്ന ടൈമിൽ നമുക്കിതിലേക്ക് പാല് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ആദ്യം ചേർത്ത് കൊടുക്കുന്നത് 1/2 ലിറ്റർ പാലാണ്. നമ്മൾ 1 ലിറ്റർ പാലിലാണ് ഇത് ചെയ്തെടുക്കുന്നത്. ഇനിയിപ്പോൾ ഇതാ ഇത് നല്ലോണം മിക്സ് ആക്കി എടുക്കുക. എന്നിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. നമ്മുടെ വേമിസെല്ലി നല്ലോണം കുക്കായിട്ട് വരുന്നവരെ 1 മിനിറ്റ് 2 മിനിറ്റ് കൊണ്ട് തന്നെ വേമിസെല്ലി എന്താ പറയുക, സേമിയ നല്ലോണം കുക്കായിട്ട് വരും കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് മിൽക്ക് മെയ്ഡാണ്. നിങ്ങൾക്ക് മിൽക്ക് മെയ്ഡ് വേണ്ടാന്നുണ്ടെങ്കിൽ ഇതിലേക്ക് പാൽപ്പൊടി ചേർത്ത് കൊടുക്കുക. ഞാനിപ്പം 2 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ചേർത്ത് കൊടുക്കുക. രണ്ടായാലും നല്ല ടേസ്റ്റാണ്, എന്തായാലും ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനിപ്പം ഇതാ മിൽക്ക് മെയ്ഡും കൂടി ചേർത്തിട്ട് മിക്സ് ആക്കി എടുക്കലാണ്. ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ മധുരം വേണമെന്നുള്ളവരാണെങ്കിൽ ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഞാനിപ്പം ചേർത്ത് കൊടുക്കുന്നില്ല. ഈ ഒരു 2 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡിന് എന്താ പറയുക, 1 ലിറ്റർ പാലിൽ കറക്റ്റ് മധുരമാണ് കേട്ടോ. മധുരം കൂടുതൽ ഇഷ്ടമുള്ളവരാണെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുത്തോ. ഇനിയിപ്പോൾ എല്ലാം കൂടി മിക്സ് ആക്കി എടുക്കുക. മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഇനിയിപ്പം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ നേരത്തെ പേസ്റ്റ് ആക്കി അരച്ച് വെച്ച ആ ഒരു ബദാമും കാഷ്യൂനട്ടും പേസ്റ്റ് ഇല്ലേ, അത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് മിക്സ് ആക്കി എടുക്കുക. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് കാഷ്യൂനട്ട് വേണ്ടാന്നുണ്ടെങ്കിൽ കാഷ്യൂനട്ട് ഒഴിവാക്കിയ ബദാം എന്തായാലും ചേർത്ത് കൊടുക്കുക കേട്ടോ. നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും. നമ്മുടെ പായസത്തിന് ഒരു വെറൈറ്റി ടേസ്റ്റ് തന്നെ ഉണ്ടാവും കേട്ടോ. ഇനിയിപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് നല്ലോണം തിളപ്പിച്ചെടുക്കുക. ഇങ്ങനെ തന്നെ കഴിക്കാനും അടിപൊളി ടേസ്റ്റാണ്. ഇനിയിപ്പം കുറച്ചുകൂടി ടേസ്റ്റ് കൂടാൻ വേണ്ടിക്ക് ഞാനിതിലേക്ക് ഏലക്ക പൊടിച്ചതാണെങ്കിൽ നിങ്ങൾ പൊടി ഒരു ടീസ്പൂണെല്ലാം ഏലക്ക പൊടി ചേർത്ത് കൊടുക്കുക. ഞാനിപ്പം പൊടി എന്താ പറയുക, എൻ്റെ കയ്യിൽ പൊടിച്ച ഏലക്കപ്പൊടി ഇല്ല. അതുകൊണ്ട് ഞാൻ 3 ഏലക്കായ ഇട്ട് കൊടുക്കുന്നുണ്ട്. പൊട്ടിച്ചിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് ബാക്കി വന്ന പാലെന്ന് പറഞ്ഞിട്ടില്ലേ, നമ്മൾ 1 ലിറ്റർ പാലിൽ ചെയ്തെടുക്കുന്നത്. ആദ്യം നമ്മൾ 1/2 ലിറ്റർ പാല് ചേർത്ത് കൊടുത്തു. പിന്നെ കാഷ്യൂനട്ട് പേസ്റ്റിന് വേണ്ടിക്കും പാലെടുത്തിട്ടുണ്ട്. അതിന് ടോട്ടലിപ്പം 1 ലിറ്റർ പാല് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് റോസ് വാട്ടറാണ്. നല്ല അടിപൊളി ടേസ്റ്റാണ്. 1 ടേബിൾ സ്പൂൺ റോസ് വാട്ടറും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ സാഫ്രോണില്ലേ, കുങ്കുമം കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. നല്ല ഭംഗിയും നല്ലൊരു ഫ്ലേവറും ഉണ്ടാവും. എന്നിട്ട് എല്ലാം കൂടി മിക്സ് ആക്കി എടുക്കുക. അപ്പോൾ ഇതാ നമ്മുടെ അടിപൊളി പായസം റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. ഇങ്ങനെ ഉണ്ടാക്കാത്തവരാണെങ്കിൽ ഉണ്ടാക്കി നോക്കാം. ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫ്രൂട്ട്സ് എല്ലാം ആഡ് ചെയ്യാം കേട്ടോ. ഇനിയിപ്പം ഇത് ഒന്നുകൂടി നല്ലോണം തിളപ്പിച്ചിട്ട് ഓഫ് ചെയ്യുക. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ കുറുകി വരും കേട്ടോ, ഒന്ന് സെറ്റായിട്ട് വരും. അതുകൊണ്ട് ആദ്യം ഈ ഒരു ലൂസിൽ തന്നെ ചെയ്തെടുത്തോ.
ഇനിയിപ്പം ഇത് സെർവ് ചെയ്യലാണ്. ചെറിയ ചെറിയ ബൗളിലെല്ലാം സെർവ് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ നല്ല ഭംഗിയുണ്ടാവും. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന പായസം പോലെ തന്നെയാണ്. ഇതിലേക്ക് നമ്മൾ ബദാം കാഷ്യൂനട്ടും അരച്ച് ചേർത്തു. പിന്നെ കുറച്ച് സാഫ്രോൺ, എന്താ പറയുക, റോസ് വാട്ടർ എല്ലാം ചേർത്ത് കൊടുക്കുന്നതേ ഉള്ളൂ. അപ്പം അടിപൊളിയാണ്. എന്തായാലും ഉണ്ടാക്കി നോക്കാം.